55 ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിന് പാർട്ടി ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഏരിയ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ തന്നെ അങ്കമാലി തുറവൂരാണ് വരുന്നത്. തുറവൂർ ജംഗ്ഷനിൽ നിന്നും വെറും നമുക്ക് 200 മീറ്റർ മാത്രമാണ് ഈ പറയുന്ന പ്ലോട്ടിലേക്ക് വരുന്നത്. മെയിൻ റൂട്ടിൽ നിന്ന് തുറവൂർ ജംഗ്ഷനിൽ നിന്ന് 200 മീറ്ററും നമ്മുടെ മെയിൻ ടാറിംഗ് റോഡിൽ നിന്ന് അതായത് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഏകദേശം 60 മീറ്റർ മാത്രമാണ് വരുന്നത്. ഈ കാണുന്ന മെയിൻ റോഡാണ് വരുന്നത്. ഈ റോട്ടിൽ നിന്ന് നേരെ കാണുന്ന ആ ഫസ്റ്റ് ടേണിങ് തിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെയിനായിട്ട് വരുന്ന ബസ് റൂട്ടായി കഴിഞ്ഞു. അപ്പോൾ സ്ഥലത്തിൻ്റെ കിടപ്പനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ബിൽഡിംഗ് വന്നിരിക്കുന്നത്. അതായത് വീട് പണിതിരിക്കുന്നത് 3 നിലയായിട്ടാണ് പണിതിരിക്കുന്നത്. അതായത് 4.5 സെൻറ്റ് സ്ഥലത്തിൽ ബാക്കിലേക്ക് കിടയാണ് സ്ഥലം കിടക്കുന്നത്, ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്കാണ് സ്ഥലം കിടക്കുന്നത്. അപ്പോൾ ഈ സൈഡിലേക്കാണ് നമ്മുടെ ഫസ്റ്റ് കാർ പോർച്ച് കാര്യങ്ങൾ വരുന്നത്. ഇനി അതല്ലെങ്കിൽ പോലും ഫ്രണ്ടേജിലാണെങ്കിൽ നമ്മൾ മതിൽ കാര്യങ്ങളെല്ലാം കെട്ടി ക്ലിയർ ചെയ്തൊക്കെ തരും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്ന ഏരിയയിലും നമുക്കൊരു വണ്ടി സിമ്പിളായിട്ട് പാർക്ക് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ സൈഡിലൂടെയുള്ള വഴിക്ക് നമുക്ക് അവകാശമുണ്ട്. ഇത് നേരെ കാർ പാർക്കിംഗ് ആണ് വരുന്നത്. ഈ കാർ പാർക്കിംഗ് നമുക്ക് സിമ്പിളായിട്ട് കയറ്റിയിടാം. അതായത് നമുക്ക് അടിപൊളി ലെവലിൽ തന്നെ കയറ്റിയിടാം. ഇനി അവിടെ നിന്നും ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫസ്റ്റ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ നിന്നും ഒരു റൂം താഴെയുണ്ട്. ഇനി അത് കൂടാതെ തന്നെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് വരുന്ന സ്ഥലത്തു നിന്നും ഒരു റൂമും കിച്ചണുമാണ് അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഏറ്റവും മുകളിലായിട്ട് 3ാമത്തെ നിലയിൽ ഒരു റൂമുമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 3 റൂമാണ് വരുന്നത്. 3 റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 3 റൂം അറ്റാച്ച്ഡ് 1700 സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ വരുന്നത്. ഈ ഫ്രണ്ടേജ് നമുക്ക് വണ്ടികളിടാൻ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന ഈ പ്ലോട്ടിന് ഞാൻ നേരത്തെ പറഞ്ഞു 55 രൂപയാണ് പാർട്ടി ചോദിക്കുന്നത്. 55 രൂപ ചോദിക്കുന്നു. 1700 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന അടിപൊളി നല്ല സൂപ്പർ ഏരിയകളിൽ ഒന്നാണ് അങ്കമാലി തുറവൂർ ജംഗ്ഷനിൽ തന്നെ. ഇനി അതെങ്കിൽ നമുക്ക് പ്ലോട്ടുകൾ നമുക്ക് വേണമെങ്കിൽ ഇത് വാടകയ്ക്ക് കൊടുക്കാവുന്ന സെറ്റപ്പ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ സാധിക്കും, കറക്റ്റ് ടൗൺ ഏരിയ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇത് ആക്സസിബിലിറ്റി നോക്കിയാൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ അങ്കമാലി ടൗണിലേക്ക് വരുന്നത്. KSRTC സ്റ്റാൻഡ്, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ. ഇനി അതല്ലെങ്കിൽ എയർപോർട്ടിലേക്കാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ മാത്രമാണ് എയർപോർട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ LF ഹോസ്പിറ്റൽ ഏകദേശം ഒരു 3 കിലോമീറ്റർ, അഡ്ലക്സ് ഹോസ്പിറ്റൽ ഏകദേശം ഒരു 6 കിലോമീറ്റർ. അങ്ങനെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ വരുന്നത്. ഇനി സ്കൂൾ സൗകര്യങ്ങൾ നോക്കിയാൽ തന്നെ നമ്മുടെ പാട്രിക് സ്കൂൾ ഇൻ്റർനാഷണൽ സ്കൂളാണ്, വിശ്വജ്യോതി സ്കൂൾ വരുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ തന്നെ കോളേജുകൾ നോക്കിയാൽ ശ്രീ ശങ്കര കോളേജ്, ശ്രീ ശാരദ സൈനിക സ്കൂൾ വരുന്നുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ്, ശ്രീ ശങ്കര എഞ്ചിനീയറിംഗ് കോളേജ്. ഇതെല്ലാം തന്നെ ഏകദേശം ഒരു 6 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് കിട്ടുന്ന അടിപൊളി റെസിഡൻഷ്യൽ ഏരിയകളിൽ ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് മൊത്തം ഫിനിഷ് ചെയ്ത് മൊത്തം ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മൊത്തം വർക്ക് ഫിനിഷ് ചെയ്ത് കിച്ചൻ്റെ കബോർഡ് വർക്ക് കാര്യങ്ങൾ, റൂമിൻ്റെ കബോർഡ് വർക്ക് കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് എല്ലാം ചെയ്ത് ചുറ്റും മതിൽ കാര്യങ്ങളെല്ലാം കെട്ടി ക്ലിയർ ചെയ്ത് ഫ്രണ്ടിലെ ഗേറ്റും വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. 55 ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത്. ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ബാക്കിയെല്ലാം നേരിൽ കണ്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. ഇനി അത് കൂടാതെ തന്നെ ഇതുപോലെയുള്ള വില്ലകളോ പ്ലോട്ടുകളോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും, പറമ്പുകളാണെങ്കിലും വാങ്ങാനുണ്ടെങ്കിലും, നിങ്ങൾക്ക് കമേഴ്ഷ്യൽ പർപ്പസിനുള്ള ആവശ്യമായിട്ടുള്ള വില്ലകളോ പ്ലോട്ടുകളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും, നിങ്ങൾക്ക് വിൽക്കാനുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.